അങ്ങനെ എന്നത്തെയും പോലെ തന്നെ ഞാൻ ആ കടയിൽ അൽഫാം വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അൽഫാമും കുറച്ച് പൊറോട്ടയും കൂടെ ബീഫ് ഫ്രൈയും അതാണ് എനിക്ക് വേണ്ടത്. എനിക്കുള്ള അൽഫാം ഇവിടെ തീക്കനൽ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ പൊറോട്ട ഇല്ല, കുബൂസും പിന്നെ റൊട്ടിയും. റൊട്ടി എന്ന് വെച്ചാൽ മറ്റേ ആ റൊമാലി റൊട്ടിയാണ്. ഞാൻ ആ റൊട്ടിയെ പറ്റി മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇതാ ആ കാണുന്നതാണ് റൊട്ടി ചുടാൻ വേണ്ടി ഉപയോഗിക്കുന്ന അടുപ്പ്. വളരെ തീരെ കനം കുറഞ്ഞ പട്ടുതുണി പോലുള്ള റൊമാലി എന്ന റൊട്ടി. ഷോർട്ട് വീഡിയോ ആണ്. വീഡിയോ ഞാനത് കാണിക്കുകയും അതിനെപ്പറ്റി പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ കുബൂസ് വാങ്ങിയില്ല, റൊട്ടിയും വാങ്ങിയില്ല. പൊറോട്ട ഇല്ലാത്തതുകൊണ്ടാണ്. അൽഫാം മാത്രം വാങ്ങി ഞാൻ അവിടെ നിന്ന് തിരിച്ചു. ഇനി വേറെ ഏതെങ്കിലും ഹോട്ടൽ തപ്പിപ്പിടിച്ച് അവിടെ നിന്ന് പൊറോട്ട വാങ്ങണം. കുബൂസിനെക്കാളും അൽഫാമിന്റെ ഒപ്പം എനിക്ക് കഴിക്കാൻ ഇഷ്ടം പൊറോട്ടയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നെട്ടോട്ട് ഓടുന്നത്. അധികം ഓടേണ്ടി വന്നിട്ടില്ല. കുറച്ചും കൂടി മുമ്പോട്ട് പോയപ്പോൾ അവിടെ ഒരു തട്ടുകട കണ്ടു. അവിടെ ഭാഗത്തിന് പൊറോട്ട ഉണ്ടായിരുന്നു. പൊറോട്ടക്ക് വേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ ബീഫിന്റെ കാര്യം ഞാൻ മറന്നു. ഞാൻ ആദ്യം അൽഫാം വാങ്ങിയ റെസ്റ്റോറന്റിലെ അവിടെ ഉണ്ടായിരുന്നു ബീഫ് ഫ്രൈ. പക്ഷെ അവിടെ പൊറോട്ട ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് അൽഫാമും പെട്ടെന്ന് വാങ്ങി വേറൊരു ഹോട്ടലിൽ ചെന്ന് പൊറോട്ട സംഘടിപ്പിക്കാനുള്ള തിരക്കിനിടയിൽ ബീഫിന്റെ കാര്യം ഞാൻ മറന്നു. ബീഫ് ഫ്രൈയുടെ കാര്യം അവിടെ വെച്ച് ഓർമ്മ വന്ന സ്ഥിതിക്ക് അവിടെ നിന്ന് തന്നെ വാങ്ങാന്ന് ചോദിച്ചു. അങ്ങനെ എന്റെ ആവശ്യ സാധനങ്ങളെല്ലാം കയ്യിൽ കിട്ടി വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും സമയം ഒരുപാട് വൈകി. 6 മണിയാകുമ്പോഴേക്കും വീട്ടിലേക്ക് എത്തിക്കൊള്ളണം എന്നുള്ള വീട്ടുകാരുടെ കർശന നിർദ്ദേശം എനിക്ക് പാലിക്കാൻ സാധിച്ചില്ല. കാരണം പൊറോട്ടക്ക് വേണ്ടിയുള്ള എന്റെ നെട്ടോട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും 7 മണിയായി. അങ്ങനെ വീട്ടിലേക്ക് എത്തി വാങ്ങിയ സാധനം ഒരു ഭാഗത്തേക്ക് എടുത്തു വെച്ചു. 3 സാധനം 3 പാക്കറ്റായിട്ടാണ് കിട്ടിയത്. അതിന് പ്രധാന കാരണം ആ നേരത്തെ എന്റെ നെട്ടോട്ടവും അറിവും തന്നെയാണ്. ആ പോട്ടെ, ഞാനെന്തിനാ ഓരോന്ന് പറഞ്ഞ് വെറുതെ സമയം കളയുന്നത്. നമുക്ക് നമ്മുടെ ജോലിയിലേക്ക് കിടക്കാം. പൊറോട്ട, അൽഫാം, സലാഡ്, ബീഫ് ഫ്രൈ വിത്ത് മയോണൈസ് എല്ലാ സാധനങ്ങളും സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ജോലി ചെയ്തതിന്റെയും പിന്നെ ഇത്രയും നേരം നെട്ടോട്ട് ഓടിയതിന്റെയൊക്കെ ക്ഷീണം എനിക്ക് ഇതിലൂടെ തീർക്കണം.